അയ്യപ്പ, സൂര്യ നമസ്കാരവും യോഗനിദ്രയും ഇവ രണ്ടും പൂരകങ്ങളല്ല. നിങ്ങൾ ഇതിനെ ഒരു സാധനയായിട്ട് ചെയ്തിട്ടുണ്ടോ? സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നമസ്കാരം അഗ്നിമണ്ഡലത്തിന് ഉണർത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയണ്ടേ. അഗ്നിക്ക് 7 ഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യ നമസ്കാരത്തിന് 7 തലങ്ങളുണ്ട്. 7 തലങ്ങളായിട്ടുള്ള സൂര്യ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ പടി നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സൂര്യ നമസ്കാരം സാധനയായിട്ട് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മബലം ഉണരും, മരണത്തിൻ്റെ ഭയം മാറും, നമുക്ക് ആയുസ്സുണ്ടാവും, വീര്യം ഉണ്ടാവും, പ്രജ്ഞ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിലുപരി നമ്മുടെ കുണ്ടലി ശക്തി വളർത്താൻ സാധിക്കും. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ യോഗനിദ്രയും വച്ചിട്ടുണ്ട്. യോഗനിദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷഡചക്രത്തിൻ്റെ അകത്തുള്ള എല്ലാ ദേവീദേവന്മാരെയും ഉണർത്തി ബോധ മനസ്സിനെ അപബോധ മനസ്സിലേക്ക് ലയിപ്പിക്കുന്ന ഒരു ക്രിയയാണ്. ഈ ക്രിയ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിദൂരത്തുള്ള സാധനത്തിനെ കാണാൻ സാധിക്കും, വരും പരാതികളെ അറിയാൻ സാധിക്കും, നമ്മുടെ ദീർഘദൃഷ്ടി കൂടും, അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ അംശവും എല്ലാം കറക്റ്റായി വരും. അപ്പോൾ ഈ സൂര്യ നമസ്കാരത്തിനെയും യോഗനിദ്രയെയും ഒരു സാധനക്രമമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു ക്ലാസ്സിലേക്ക് ഞങ്ങൾ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാം. താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.